ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 78ാമത്തെ പാർട്ടാണ്. എന്നാൽ നമുക്ക് പാർട്ടിലേക്ക് പോയാലോ? എൻ്റെ ഭഗവാനെ, ഇതെൻ്റെ അവസാനത്തെ പ്ലാനാണ്. ഈ പ്ലാനിൽ എന്തെങ്കിലും ഒന്ന് വർക്കൗട്ട് ആവണേ, അവൻ മനസ്സിൽ പ്രാർത്ഥിച്ചു. എന്നാൽ നമുക്ക് കുളിക്കാൻ പോയാലോ പാർക്കുട്ടി? അവൻ അവളുടെ കവിളി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ശേഷം അവളുടെ ഡ്രസ്സും തോർത്തുമുണ്ടും തലയിൽ തേക്കാനുള്ള എണ്ണയും എല്ലാം എടുത്ത് അവളെ ബെഡിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. ശിവ അവളുടെ കൈയും പിടിച്ച് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. സ്റ്റെപ്പുകൾ ഇറങ്ങി താഴെ എത്തി അവർ അടുക്കള വഴിമുറ്റത്തേക്ക് ഇറങ്ങി. പാർവണ ഒന്നും മനസ്സിലാവാതെ അവൻ്റെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു. അവർ ചെന്ന് നിന്നത് ഒരു കുളക്കടവിലാണ്. ചുറ്റുമതിലെല്ലാം കെട്ടി വാതിലുമൊക്കെയുള്ള ഒരു കുളമായിരുന്നു അത്. ശിവ അവളെ കുളക്കടവിലേക്ക് ഇറക്കി നിർത്തി വാതിലടച്ചു. ഇവിടേക്കിരിക്കേ, അവളെ ശിവ കുളക്കടവിലേക്ക് ഇരുത്തി. ശേഷം കുളത്തിനോട് ചേർന്നുള്ള ഒരു റൂമിലേക്ക് പോയി തലയിൽ തേക്കാനുള്ള താളി എടുത്തുകൊണ്ട് വന്നു. കുളി കഴിഞ്ഞ് വസ്ത്രം മാറാനുള്ള ഒരു മുറി കൂടിയായിരുന്നു അത്. ശിവ പാർവണ ഇരുന്ന സ്റ്റെപ്പിന് മുകളിലുള്ള സ്റ്റെപ്പിലിരുന്ന് പാർവണയുടെ തലയിൽ എണ്ണ തേച്ചു കൊടുത്തു. മുടിയെല്ലാം വാരി നെറുകയിൽ കെട്ടി മുഖത്തും കയ്യിലും കാലിലുമെല്ലാം എണ്ണ തേച്ചു കൊടുത്തു. ശേഷം അവൻ എണീറ്റ് പാർവണയുടെ മുന്നിൽ വന്നു നിന്നു. ഇനി നമുക്ക് കുളിച്ചാലോ? ശിവ അവളെ നോക്കി ചോദിച്ചു. എങ്കിലും പാർവണ അവനെ നോക്കിയിരിക്കുക മാത്രമാണ് ചെയ്തത്. ശിവ അവളെ എഴുന്നേൽപ്പിച്ച് നിർത്തി. അവൾ ഇട്ടിരുന്ന ടീഷർട്ടിൽ പിടുത്തമിട്ടു, ഒപ്പം ഒരു കള്ളച്ചിരിയും. പാർവണയ്ക്ക് പ്രതികരിക്കണം എന്നുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞില്ല. അവളുടെ മുഖത്ത് ഒരു ഭാവമാറ്റം ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു സത്യം. ശിവ കണ്ണടച്ച് തലവഴി അവളുടെ ടീഷർട്ടും മറ്റും ഊരി മാറ്റി. ശേഷം സ്റ്റെപ്പിൽ വെച്ചിരിക്കുന്ന മുണ്ടെടുത്ത് അവളുടെ മാറോളം ഉടുപ്പിച്ചു കൊടുത്തു. ശിവ കണ്ണും തുറന്ന് അവളുടെ കൈയും പിടിത്ത് സ്റ്റെപ്പുകൾ ഇറങ്ങി. അവൻ അവളെ വെള്ളത്തിലേക്ക് ഇറക്കി നിർത്തി. നമ്മൾ മുങ്ങാൻ പോവാണ്, ചെവി രണ്ടും പൊത്തിപ്പിടിച്ചോ, അല്ലെങ്കിൽ ചെവിയിൽ വെള്ളം കയറും. ശിവ അവളുടെ കൈകളെടുത്ത് ചെവി പൊത്തിപ്പിടിച്ചു. ശേഷം അവൻ്റെ വലത് കൈ അവളുടെ ഇടുപ്പിലൂടെ ഇട്ട് തന്നോട് ചേർത്ത് നിർത്തി. ഇടത് കൈ കൊണ്ട് വെള്ളം കയറാതിരിക്കാൻ അവളുടെ മൂക്കും പൊത്തിപ്പിടിച്ചു. അവൻ അവളെയും കൊണ്ട് വെള്ളത്തിലേക്ക് മുങ്ങി. തല ഉയർത്തിയതും പാർവണ ശ്വാസം കിട്ടാതെ കിതയ്ക്കാൻ തുടങ്ങി. ശിവ അവളെ സ്റ്റെപ്പിലേക്ക് ഇരുത്തി തലയിൽ താളി തേച്ചു കൊടുത്തു. പാർവണ ശിവ ചെയ്യുന്നതെല്ലാം നോക്കി അങ്ങനെ ഇരുന്നു. അവൻ വീണ്ടും അവളെ വെള്ളത്തിലേക്ക് ഇറക്കി 3 തവണ വെള്ളത്തിൽ മുക്കി. ശേഷം അവൾക്ക് തല തോർത്തി കൊടുത്ത് അടുത്തുള്ള മുറിയിൽ കൊണ്ടുപോയി ഡ്രസ്സെല്ലാം മാറ്റിച്ചു കൊടുത്തു. ഇനി നീ ഇവിടെ ഇരിക്കും, ഞാൻ പോയി കുളിച്ചിട്ട് വരാട്ടോ. അവൻ അവളെ പടകിലിരുത്തി ഒരു മുണ്ടെടുത്ത് ഉടുത്തു. മുണ്ട് മടക്കി കുത്തി മുകളിലെ സ്റ്റെപ്പിൽ നിന്നും വെള്ളത്തിലേക്ക് എടുത്തു ചാടി. കുറച്ചു നേരം കഴിഞ്ഞിട്ടും ശിവയെ കാണാതായപ്പോൾ പാർവണയുടെ കണ്ണുകൾ അവനെ ചുറ്റും തിരഞ്ഞുകൊണ്ടിരുന്നു. അവൾ സ്റ്റെപ്പിൽ നിന്ന് എണീറ്റ് വെള്ളത്തിൽ ശിവയെ തിരയാൻ തുടങ്ങി. പക്ഷേ അവനെ കാണാനില്ല. ശിവ, അവൾ വിളിച്ചു. പക്ഷേ അവൻ വിളി കേൾക്കുന്നില്ല. ശിവ, അവൾ വിളിക്കുന്നതിനോടൊപ്പം കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു. ശിവ, എത്ര വിളിച്ചിട്ടും അവനെ കാണാതായപ്പോൾ അവൾ കുളത്തിൽ നിന്ന് കയറി വാതിലിനരികിലേക്ക് ഓടി. പക്ഷെ വാതിൽ ലോക്കാണ്. അത് തുറക്കാനായി പാർവണയ്ക്ക് കൈയെത്തുന്നില്ല. അവൾ കുറേ നേരം ശ്രമിച്ചെങ്കിലും കഴിയുന്നില്ല. ശിവ, പാർവണ അലറി വിളിച്ചുകൊണ്ട് പടികൾ ഓടിയിറങ്ങി. കുളത്തിന് നല്ല ആഴമുണ്ട്. അവൾ കഴുത്തോളം വെള്ളത്തിലേക്ക് ഇറങ്ങി. ശിവ, അവൾ ഒരിക്കൽ കൂടി വിളിച്ചിട്ടും പ്രതികരണമൊന്നും ഇല്ല എന്ന് കണ്ടതും അവൾ മുന്നോട്ട് നടക്കാൻ ഒരുങ്ങി. അപ്പോഴേക്കും തൻ്റെ മുമ്പിൽ വെള്ളത്തിൽ നിന്നും എന്തോ ഉയർന്നു പൊന്തിയിരുന്നു. എൻ്റെ പേടിച്ചു പോയോ? അവൻ പുഞ്ചിരിയോടെ ചോദിച്ചു. പാർവണയുടെ കൈകൾ അവൻ്റെ മുഖത്ത് പതിഞ്ഞിരുന്നു. അടുത്ത നിമിഷം പാർവണ ഒരു പൊട്ടിക്കരച്ചിലോടെ അവനെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു. ശിവയും ഇരു കൈകൾ കൊണ്ട് അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഇനി ഒരിക്കലും കൈവിടല്ല എന്ന അർത്ഥത്തിൽ. കുറച്ചു നേരം അവർ വെള്ളത്തിൽ അങ്ങനെ നിന്നു. കുറേ നേരം വെള്ളത്തിൽ നിന്നത് കൊണ്ടാകാം പാർവണ ചെറുതായി തണുത്തു വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. സോറി, ശിവ അവളെ തന്നെ അടർത്തി മാറ്റിക്കൊണ്ടു പറഞ്ഞു. ഞാൻ ഒരുപാട് പേടിച്ചു പോയി. എന്തിനാ ശിവ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? പിന്നെ ഞാൻ എന്താ ചെയ്യുക?
ഇങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ നീ പഴയ പോലെ ആയത്? ശിവ അത് കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞുപോയ കാര്യങ്ങൾ പാർവണി ഓർത്തെടുത്തത്. നീ ആരോട് ചോദിച്ചിട്ടാണ് എന്നെ കുളിപ്പിച്ച്? പാർവണ അവനെ പിന്നിലേക്ക് ചെറുതായി തള്ളിക്കൊണ്ട് ചോദിച്ചു. എൻ്റെ ഭാര്യയെ കുളിപ്പിക്കാൻ ഇനി വേറെ ആരുടെയെങ്കിലും അനുവാദം വേണോ എനിക്ക്? അതൊക്കെ അങ്ങനെ സ്വയം തീരുമാനിച്ചാൽ മതിയോ? പിന്നെ ആരാ തീരുമാനിക്കണ്ടേ? ശിവ അവളെ തന്നിലേക്ക് വലിച്ചടിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അവന്റെ മുടിയിൽ നിന്നും താടിയിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന വെള്ളത്തുള്ളികൾ അവളുടെ മുഖത്തേക്ക് ഒറ്റ വീഴുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം അവൾ അവന്റെ കാപ്പി കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. അവനിലേക്ക് എന്തോ വലിച്ചടിപ്പിക്കുന്ന എന്തോ ഒരു മാന്ത്രിക ശക്തി ആ കണ്ണുകൾക്കുള്ളതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു. ശിവ ഒന്ന് കുനിഞ്ഞ് അവളുടെ നെറ്റിയിലുമ്മ വെച്ചു. അവന്റെ നിശ്വാസം മുഖത്ത് തട്ടിയതും പാർവണ കണ്ണടച്ചു നിന്നു. പാർവണ, അവൻ പതിയെ അവളുടെ കാതുകളിൽ വിളിച്ചു. എന്താ ശിവ? അവൾ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. നിനക്കിപ്പോഴും എന്നോട് ആ പഴയ സ്നേഹമുണ്ടോ? എന്നോട് ദേഷ്യമാണോ നിനക്ക്? ശിവ ചോദിച്ചു. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല ശിവ. അപ്പൊ സ്നേഹോ? ശിവ അത് ചോദിച്ചപ്പോൾ പാർവണ അവനെ നോക്കി പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. പാർവണ, ഐ നീഡ് എ കിസ് റൈറ്റ് നൗ. ശിവ അവളുടെ മുഖം കൈകളിലെടുത്തുകൊണ്ട് ചോദിച്ചു. പാർവണ തിരിച്ചെന്തെങ്കിലും പറയുന്നതിന് മുമ്പേ ശിവ തൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിലേക്ക് ചേർത്തിരുന്നു. പാർവണ അവനിൽ നിന്നും അടർന്നു മാറാൻ നോക്കിയെങ്കിലും ശിവ ഒരു കൈ അവളുടെ ഇടുപ്പിലും മറ്റേ കൈ പിൻകഴുത്തിലും പിടിച്ച് ലോക്ക് ചെയ്തിരുന്നു. ആദ്യം പാർവണ എതിർത്തെങ്കിലും പിന്നീട് അവളും അവൻ്റെ പ്രണയ ചുംബനത്തിൽ അലിഞ്ഞു തീർന്നിരുന്നു. ശിവ കൂടുതൽ ആവേശത്തോടെ അവളുടെ കീഴ്ചുണ്ടിനെയും മേൽചുണ്ടിനെയും ചുംബിച്ചുകൊണ്ടിരുന്നു. ശ്വാസം കിട്ടാതെ ആയപ്പോഴേക്കും അവൻ അവളെ തന്നിൽ നിന്ന് മോചിപ്പിച്ചു. ഇരുവരും ഒരു കിതപ്പോടെ അകന്നു മാറി. ശിവ വീണ്ടും തന്നിലേക്ക് അടുത്തു വരുന്ന അറിഞ്ഞ പാർവണ അവനെ വെള്ളത്തിലേക്ക് തള്ളിയിട്ട് കുളപ്പടവുകൾ ഓടിക്കയറി. വാതിലിനരികിലെത്തിയപ്പോഴാണ് ഡോർ ലോക്കാണെന്ന കാര്യം പാർവണ ഓർത്തത്. അവൾ തിരിഞ്ഞ് ശിവയെ നോക്കിയതും അവൻ മീശ പിരിച്ചൊരു കള്ളച്ചിരിയോടെ പടവുകൾ കയറി വരികയായിരുന്നു. പീട്ടീഷയുടെ മോളെന്താ ഓടുന്നില്ലേ? ശിവ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. ലോക്ക് തുറന്നതാ, എനിക്ക് പോവണം, അവൾ ഗൗരവം നടിച്ചു പറഞ്ഞു. ഡോറ് തുറക്കാം, അതിനു മുമ്പ് നീ ചേട്ടനൊരു ഉമ്മ തന്നെ, ശിവ കവൾ കാണിച്ചുകൊണ്ട് പറഞ്ഞു. ചേട്ടനാ? ഏത് ചേട്ടൻ? ഞാൻ തന്നെ, അല്ലാതെ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. പിന്നെ എനിക്കൊന്നും പറ്റില്ല. ഇത്രയും കാലം ഒരു ഉമ്മയ്ക്ക് വേണ്ടി ഞാൻ നിന്റെ പിന്നാലെ നടന്നല്ലേ, ഇനി നീ എൻ്റെ പിന്നാലെ കുറച്ച് കാലം നടക്ക്, പാർവണ ആത്മകഥിച്ചു. നീ തന്നില്ലെങ്കിൽ ഞാൻ വാതിൽ തുറക്കില്ല. മാത്രമല്ല കുറച്ച് മുമ്പലത്തെ പോലെ ഞാൻ അങ്ങോട്ട് ഒരെണ്ണം തരും. വേണ്ട വേണ്ട, ശിവ മുന്നോട്ടാഞ്ഞ പാർവണ അവനെ തടഞ്ഞു. എന്നാ എനിക്ക് നിന്നെ വിശ്വാസമില്ല, നീ വാതിൽ തുറക്കാദ്യം. ഓടിപ്പോവാനാണെങ്കിൽ അത് നടക്കില്ല മോളെ, ശിവ അത് പറഞ്ഞ ഡോറിന്റെ കുറ്റി തുറന്നു. പാർവണ അവനെ ചുമരിലേക്ക് ചേർത്ത് നിർത്തി അവന്റെ കഴുത്തിൽ അമർത്തി കടിച്ചു. ശേഷം വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി. ഡീ, ശിവ കഴുത്ത് തടവിക്കൊണ്ട് അവൾക്ക് പിന്നാലെ ഓടി. പാർവണ പുറകുവശത്തൂടെ അടുക്കളയിലേക്ക് ഓടിക്കയറി. അവൾക്ക് പിന്നാലെ ശിവയും വന്നിരുന്നു. പെട്ടെന്നാണ് അവർ അടുക്കളയിൽ നിൽക്കുന്ന മുത്തശ്ശിയും ജാനകിയെയും കണ്ടത്. അവർ രണ്ടുപേരെയും ശിവയും പാർവണയും മാറി മാറി നോക്കുവാണ്. ഇതെന്തുപോലെ? നനഞ്ഞു നിൽക്കുന്നവരെ നോക്കി ജാനകിയമ്മ ചോദിച്ചു. അത് പിന്നെ അത് ശിവ നിന്ന് വിൽക്കാൻ തുടങ്ങി. നനഞ്ഞു നിൽക്കണ്ട, പോയി തലോർത്ത്, മുത്തശ്ശി ഗൗരവത്തോടെ പറഞ്ഞു. അത് കേട്ടതും പാർവണ അകത്തേക്ക് ഓടി. കുറച്ച് കഴിഞ്ഞ് എനിക്ക് കണ്ണനോട് കുറച്ച് സംസാരിക്കാനുണ്ട്, മുത്തശ്ശി ശിവയോട് പറഞ്ഞു. ശരി കിരാൻമ. പാർവണ വേഗം റൂമിൽ കയറി ഡ്രസ്സ് മാറിയിരുന്നു. ശിവ വരുമ്പോൾ പാർവണ തല തോർത്തുമായിരുന്നു. അവനും വേഗം ബാത്റൂമിൽ പോയി ഡ്രസ്സെല്ലാം മാറി വന്നു. അതാരാ ശിവ? പാർവണ ചോദിച്ചു. ആര്? താഴെ കണ്ടില്ലേ രണ്ടുപേരും, അവരാരാന്ന്? അപ്പൊ നിനക്ക് കഴിഞ്ഞൊന്നും ഓർമ്മയില്ലേ? ശിവ അതിശയത്തോടെ ചോദിച്ചു. ഇല്ല, എനിക്ക് അവിടെ വെച്ച് ബോധം പോയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ കുറച്ച് മുമ്പുണ്ടായ കാര്യങ്ങളും അതിനിടയിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്, പക്ഷെ കൃത്യമായിട്ടൊന്നും ഓർമ്മയില്ല എനിക്ക്. ചില കാര്യങ്ങൾ ഓർമ്മയുണ്ട്. ശിവാനി ഇവിടെ കണ്ടതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം നിനക്ക് വേറൊന്നും ഓർമ്മയില്ലേ? ഇല്ല ശിവ, ഓർമ്മയില്ല. അപ്പം ഞാൻ അവളോട് ഇഷ്ടമെന്ന് പറഞ്ഞ കാര്യം അവൾക്ക് ഓർമ്മയില്ലേ? ശിവ ആത്മകഥിച്ചു. നീ എന്താ ആലോചിച്ച് നിൽക്കുന്ന ശിവ? അതാരാന്ന് പറ.
അതാണ് നമ്മുടെ ഗ്രാൻഡ്മ. കൂടെ ഉള്ളത് ഇവിടുത്തെ അടുക്കളയിൽ സഹായത്തിന് നിൽക്കുന്ന ജാനകിയമ്മയാണ്. കണ്ണേട്ടാ, ശിവാനി വന്ന് വിളിച്ചു. ശിവാനി! അവളെ കണ്ടതും പാർവണ ഓടിച്ചെന്ന് ശിവാനിയെ കെട്ടിപ്പിടിച്ചു. അത് കണ്ട് ശിവാനി അതിശയത്തോടെ ശിവയെ നോക്കി. അവനെല്ലാം ശരിയായെന്ന രീതിയിൽ തലയാട്ടി. അത് കണ്ട് ശിവാനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാനൊന്ന് ഗ്രാൻഡ്മയെ കണ്ടിട്ട് വരാം. അത് പറഞ്ഞ് ശിവ താഴേക്ക് പോയി. പാർവണയ്ക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വന്ന് ശിവ മുത്തശ്ശിയോട് പറഞ്ഞു. ഒപ്പം കഴിഞ്ഞു പോയ കാര്യങ്ങൾ അവൾ മറന്നുപോയതും മുത്തശ്ശിയെല്ലാം മൂളിക്കേൾക്ക് മാത്രമാണ് ചെയ്തത്. ഒപ്പം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ അവളെയും കൂട്ടിക്കൊണ്ടുവരാൻ താഴേക്ക് പറഞ്ഞു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മുത്തശ്ശിയും ശിവയും ഒഴികെ ബാക്കി എല്ലാവരും പാർവണിയെ എന്തോ അന്യഗ്രഹി ജെവിയെ പോലെയായിരുന്നു നോക്കിയിരുന്നത്. ശിവാനിയോട് സംസാരിക്കുന്ന പാർവണിയിലായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ. കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോടും മിണ്ടാതെ പേടിച്ചു കഴിഞ്ഞിരുന്ന പാർവണിയെ പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ അവർക്ക് അതിശയമായിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പുറത്തെ തിണ്ണയിൽ ഇന്ന് സംസാരിക്കുകയായിരുന്നു ശിവാനിയും പാർവണയും. പാർവണയുടെ മടിയിലായി റിയമോളും ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് വാതിലിന്റെയും ജനലിന്റെയും ഇടയിലൂടെ കുറെ തലകൾ അവരെ നോക്കി നിൽക്കുന്നുണ്ട്. പാർവണ തല ചരിച്ച് അവരെ നോക്കി. എന്താ അവിടെ തന്നെ നിൽക്കണേ, ഇങ്ങോട്ട് വാ! പാർവണ അവരെ നോക്കി വിളിച്ചു. ഒരാൾക്ക് പുറകെ ഒരാളായി എല്ലാവരെയും കൂടി അവളുടെ മുന്നിൽ വന്നു നിന്നു. ഇതെന്താ നഴ്സറിയാ? അവരെല്ലാവരും ഒരുമിച്ച് കണ്ടതും പാർവണ ചിരിയോടെ ചോദിച്ചു. ഇതെല്ലാം നമ്മുടെ കുടുംബത്തിലെ കുട്ടികളാണ്, വെക്കേഷൻ ഇവിടേക്ക് വന്നതാ. ഇത് നന്ദു, ആമി, കുഞ്ഞു, കിച്ചു. റിയമോളുടെ അതേ പ്രായത്തിലുള്ള 4 കുട്ടികളെ ചൂണ്ടിക്കൊണ്ട് ശിവാനി പറഞ്ഞു. അതപ്പു, ചന്തു, മീനു, രാജി. 10 വയസ്സോളം പ്രായം തോന്നിക്കുന്ന 4 കുട്ടികളെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. ഇത് ദീപു, ദിവ്യ, പൊന്നു, കാവ്യ. 12 വയസ്സോളം പ്രായം തോന്നിക്കുന്ന കുട്ടികളെ നോക്കി പറഞ്ഞു. ഇതാണ് നമ്മുടെ അമ്മു, ഇവരുടെയും ഗ്യാങ് ലീഡറാണ് ഇവള്. ഒരു 18-17 വയസ്സ് തോന്നിക്കുന്ന കുട്ടിയെ ചൂണ്ടിക്കൊണ്ട് ശിവാനി പറഞ്ഞു. അമ്മു പാർവണയെ നോക്കിയൊന്ന് ചിരിച്ചു. ഇവരുടെ അച്ഛനും അമ്മയൊക്കെ എവിടെയാണ്? പാർവണ സംശയത്തോടെ ചോദിച്ചു. അവരൊക്കെ അവരുടെ വീട്ടിലാണ് ചേച്ചി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിനേക്കാൾ ഇഷ്ടപ്പെടുകയാണ്, അമ്മു പറഞ്ഞു. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ അവർ 3 പേരും നല്ല കൂട്ടായിരുന്നു. പാർവണിയുടെ അസുഖമെല്ലാം ശരിയായ കാര്യം രേവതിയും ശിവ വിളിച്ചു പറഞ്ഞിരുന്നു. അതിന്റെ സന്തോഷത്തിലായിരുന്നു ദേവയും രേവതിയും. രാത്രി കുറെ നേരം പാർവണയും രേവതിയും ഫോണിൽ സംസാരിച്ചിരുന്നു. ഹലോ ദേവു, കേൾക്കുന്നില്ലേ? ഇടയ്ക്ക് വെച്ച് കോൾ കട്ടായതും പാർവണ രേവതിയെ വീണ്ടും വിളിച്ചു നോക്കി. പക്ഷെ കോൾ പോകുന്നില്ല. ഇതെന്താ കോള് പോവാത്തെ? ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന ശിവയോടെ അവൾ ചോദിച്ചു. വില്ലേജ് ഏരിയ അല്ലേ, അതുകൊണ്ട് റേഞ്ച് പ്രോബ്ലം ആയിരിക്കും, ശിവ പറഞ്ഞു. ഈ കാട്ടുമുക്കിലേക്ക് വന്ന എങ്ങനെ ഇരിക്കും? നിങ്ങൾക്ക് എന്നെ വല്ല കുണു മണാലിയോ ഗോവയിലൊക്കെ അങ്ങനെ എങ്ങനെയെങ്കിലും കൊണ്ടോക്കൂടെ? പാർവണ അവനെ ദേഷ്യം പിടിപ്പിക്കാനായി പറഞ്ഞു. കുളു മണാലിയോ? അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ നീ? അവിടെ നിറയെ മഞ്ഞുണ്ടല്ലോ, മഞ്ഞ് നല്ല തണുപ്പായിരിക്കും, നല്ല രസമായിരിക്കും. അത് ശരിയാ, അവിടെ നല്ല തണുപ്പായിരിക്കും, ശിവ കയ്യിലെ ബുക്ക് മടക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, അവിടെ തണുപ്പത്ത് പോയിട്ട് എന്ത് ചെയ്യാനാ? ശിവ ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു. എന്ത് ചെയ്യാൻ? അവിടെ ഓരോ സ്ഥലങ്ങളൊക്കെ ഇല്ലേ, അവിടെയൊക്കെ പോവാലോ. ഈ പെണ്ണെന്തെങ്ങനെ? ഞാൻ കുറച്ച് റൊമാൻറ്റിക് ആകുമ്പോ അതും ആ പൊട്ടിക്കുഞ്ഞിന് മനസ്സിലാവുന്നില്ലല്ലോ ഭഗവാനെ, ശിവ മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. പൊട്ടിക്കുഞ്ഞ് നിന്റെ മറ്റവള്. എന്റെ മറ്റവളെന്ന് പറയുമ്പോ നീ തന്നെയല്ലോടി പട്ടി. കയറ്റിലെ പാടിൽ കൈ വെച്ചുകൊണ്ടായിരുന്നു ശിവ അത് പറഞ്ഞത്. പട്ടി നിന്റെ കുട്ടി, പാർവണ തിരിച്ചു പറഞ്ഞു. എന്റെ കുട്ടി എന്ന് പറയുമ്പോ അത് നിന്റെ കുട്ടിയായിരിക്കല്ലോ, മറക്കണ്ടാട്ടാ അത്, ശിവ അത് പറഞ്ഞു. പിന്നീട് തിരിച്ചെന്ത് പറയണമെന്ന് പാർവണയ്ക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് അവളൊന്നും മിണ്ടാതെ ബെഡിൽ വന്നിരുന്നു. അപ്പൊ അവളുടെ ചുണ്ടിൽ ഒരു ചിരി ഉണ്ടായിരുന്നു. നെറ്റ് കിട്ടുന്നില്ല, ഒരു കുന്തം കിട്ടുന്നില്ല, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, ഞാൻ ശിവാനിയുടെ അടുത്തേക്ക് പോവാ. അത് പറഞ്ഞ പാർവണ ബെഡിൽ നിന്ന് എണീറ്റു. വേണ്ട, ഇപ്പൊ രാത്രിയായില്ലേ, ഇനി അവളുടെ അടുത്തേക്ക് പോവാൻ നിൽക്കണ്ട, ഇവിടെ ഇരുന്നാ മതി, ശിവ ഗൗരവത്തോടെ പറഞ്ഞു. അതെന്താ ഞാൻ പോയാല്? ഇന്ന് നാഗവല്ലി കളിക്കാതെ വാതിലടച്ച് വന്ന് കിടക്കാൻ നോക്കളി. എനിക്ക് പോവാ ശിവ, എനിക്ക് പോവാൻ അടിക്കുന്നുണ്ട്, നിങ്ങളാണെങ്കിൽ ബുക്കും വായിച്ചിങ്ങനെ ഇരിക്കും, ഞാൻ എന്ത് ചെയ്യാനാ? പാർവണ പരാതിയോടെ പറഞ്ഞു. ശരി, എന്നാ നമുക്ക് ഫിലിം കാണാം, എൻ്റെ ലാപ്ടോപ്പിൽ കുറച്ച് ഫിലിംസ് ഉണ്ട്. ആണോ? എങ്കിലും നമുക്കത് കാണാം, പാർവണ സന്തോഷത്തോടെ പറഞ്ഞു പോയി വാതിൽ ലോക്ക് ചെയ്ത് സിനിമ കാണാൻ റെഡിയായി ബെഡിൽ വന്നിരുന്നു. ശിവ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് മൂവി പ്ലേ ചെയ്തു. ഇതെന്താ, ഇംഗ്ലീഷ് മൂവിയാണോ? സിനിമ തുടങ്ങിയതും പാർവണ ചോദിച്ചു. അതേ, ഇംഗ്ലീഷ്, ആഫ്റ്റർ ലവ് സ്റ്റോറിയാണ്.
നിങ്ങളുടെ അടുത്ത് മലയാളം സിനിമയൊന്നുമില്ല മനുഷ്യ. ഞാൻ ഇംഗ്ലീഷ് ഫിലിമൊന്നും കാണാറില്ല. തൽക്കാലം നീ ഇതിപ്പോ കാണ്. പാറുണ താടിക്ക് കൈ കൊടുത്തിരുന്നു. ശിവ ബെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്നു. തൻ്റെ മടിയിലിരുന്ന് ലാപ്ടോപ്പ് എടുത്ത് ബെഡിന് മുകളിലേക്ക് വെടിച്ചു. എന്താ ശിവ? അവൻ തന്നെ നോക്കുന്നുകൊണ്ട് പാറുവണ ചോദിച്ചു. എന്നാൽ ശിവ ഒന്നും മിണ്ടാതെ അവളെ എടുത്തുയർത്തി തൻ്റെ മടിയിലേക്ക് ഇരുത്തി. എന്താ ഇത് ശിവ? പാറുണ അവൻ്റെ മടിയിൽ നിന്ന് എണീക്കാൻ നിന്നതും ശിവ അവളെ ഇരു കൈകൾ കൊണ്ട് കെട്ടിപ്പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. നീ എൻ്റെ കൂടെ ഇങ്ങനെ അടുത്തിരിക്കുന്ന എനിക്കിഷ്ടം, ശിവ അവളുടെ കാതിൽ പതിയെ പറഞ്ഞു. അതുകൊണ്ടായിരിക്കും ഡിവോഴ്സ് നോട്ടീസ്. പാറുണ മുഴുവൻ പറയുന്നതിന് മുമ്പേ ശിവ തടഞ്ഞു. അത് ഞാനല്ല പാർവണ, അത് അയാളുടെ പണിയാണ്, എൻ്റെ തന്തയുടെ. നീ കാണാതെ അത് നശിപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. പക്ഷേ നമുക്ക് സിനിമ കാണാം ശിവ. അവൻ ഇമോഷണൽ ആവാൻ തുടങ്ങിയതും പാർവണ വിഷയം മാറ്റാനായി പറഞ്ഞു. ശിവ ബെഡിന് മുകളിലെ ലാപ്പ് എടുത്ത് തൻ്റെ മടിയിലിരിക്കുന്ന പാർവണയുടെ മടിയിലേക്ക് വെച്ചു. ശേഷം അവൻ സിനിമ കാണാൻ തുടങ്ങി. അയ്യേ, ഇതാ നീ പറഞ്ഞ ലവ് സ്റ്റോറി? പാർവണ കണ്ണു കുത്തിക്കൊണ്ട് പറഞ്ഞു. ഓ പിന്നെ, ആരും ഇല്ലാത്തപ്പോ അർജുൻ റെഡ്ഡി ആഷ് ബനായി സോങ് ഒക്കെ കാണുന്ന നീയാണോ ഇതിനെ കുറ്റം പറയണേ? ശിവ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അത് ഞാൻ കണ്ടതല്ല ശിവ, അതറിയാതെ ആ ചാനലായി പോയതാ, അവൾ ദയനീയമായി പറഞ്ഞു. എനിക്കറിയാടി, ഞാൻ വെറുതെ പറഞ്ഞതാ, അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. സിനിമ കണ്ട് പാറുണ എപ്പോഴും ഉറങ്ങിപ്പോയിരുന്നു. അവൻ ലാപ്ടോപ്പ് ഓഫ് ചെയ്ത് അവളെ ബെഡിലേക്ക് കിടത്തി. ഒപ്പം അവളെ ചേർത്ത് പിടിച്ച അവനും. അപ്പോൾ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബായ്. നിങ്ങളുടെ കമൻസിനും സപ്പോർട്ടിനും ഒരുപാട് താങ്ക് യു. ഈ സപ്പോർട്ടാണ് എൻ്റെ എനർജി. സോ ഞാൻ നാളെയും വരുന്നതായിരിക്കും. ബൈ. താങ്ക് യു.